എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രിയിൽ കൃഷ്ണമോള് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞങ്ങളെല്ലാവരും കൂടി നാളെ കൊളുത്തുപുഴയ്ക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ മോളെ? അല്ല നാളെ സ്കൂളില്ലേ? ഇല്ലച്ചാ, 2 ദിവസത്തേന് സ്കൂളിൽ ലീവാ. അപ്പം ഞങ്ങൾക്ക് പോയിട്ട് എളുപ്പമായിരിക്കും. ഞങ്ങൾ നാളെ രാവിലെ ഇടുന്ന് ഇറങ്ങുകയാണെങ്കിൽ ഉച്ചയ്ക്ക് അങ്ങ് ചെല്ലുമല്ലോ. പിന്നെ അവിടെ ഒരു ദിവസം സ്റ്റേ, നാളെ വൈകുന്നേരം തിരിച്ചിറങ്ങാം എന്ന് പറയുമ്പം അതിനെന്താ, പോയിട്ട് വാ. ഓ താങ്ക് യു അച്ഛാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈകി ചോദിക്കുകയാണ്, ഇവിടെ അമ്മയെന്ന് പറഞ്ഞു ഒരുത്തി ഇരിപ്പുണ്ട്, നിനക്ക് എന്നോട് ചോദിക്കണ്ടേ? അത് പിന്നെ അച്ഛനല്ലേ ഇവിടുത്തെ ഗൃഹനാഥൻ, അതുകൊണ്ട് അച്ഛനോട് ചോദിച്ചത്. എങ്കിൽ അമ്മയോടും ചോദിച്ചേക്കാം. പറ, ഞങ്ങൾ നാളെ കുളത്തുപുഴയ്ക്ക് പോവാ. അമ്മ വരുന്നു അയലിന ചേച്ചിയെ കാണാൻ. നീ എന്താടി എന്നെ കളിയാക്കാണോ? അവളുടെ അടുത്തേക്ക് ഇവിടുന്ന് ആരും പോകുന്നില്ല. അമ്മ എന്താ കുഴപ്പം? ഇതുകൊണ്ടാ അമ്മയോട് ചോദിക്കാൻ പറയാനൊന്നും ചെയ്യാത്തത്. ഞങ്ങൾ നാളെ പോകുന്നതുകൊണ്ട് എന്താ പ്രശ്നം? ചേച്ചിയെ കണ്ടിട്ടിപ്പോ 1.5 മാസമായി. ഞങ്ങൾക്കതുകൊണ്ട് പോയേ പറ്റുള്ളൂ. ഓഹോ, അപ്പോൾ നിനക്ക് പോയേ പറ്റുള്ളൂ? അതെ, ഞങ്ങൾക്ക് പോകണം, ചേച്ചിയെ കാണണം. അങ്ങനെ ഇപ്പോൾ ഇവിടെ ആരും പോകണ്ട. അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാ വെറുതെ ഇരുന്ന് വഴക്കുണ്ടാക്കുന്നത്? ഞങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാലും നാളെ ചേച്ചിയെ കാണാൻ പോകണം. ഞങ്ങൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിരിക്കുക, എല്ലാം പാക്ക് ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ബാലിനും ഒന്നും മിണ്ടാതിരിക്കാൻ കേട്ടോ. ഭവിത ചോദിക്കുന്നുണ്ട്, അച്ഛാ അച്ഛൻ ഇതിലൊന്നും പറയാനില്ലേ? അച്ഛൻ എന്നാ മിണ്ടാതിരിക്കുന്നത്? ഞങ്ങൾക്ക് നാളെ പോകണം. നിങ്ങൾ നാളെ പോയിക്കോളാൻ ഞാൻ പറഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ബാലിന് അവിടുന്ന് കൈ ഇടന്നിട്ട് എഴുന്നേറ്റ് പോവാണേ. അപ്പോഴേക്കും വൈകി ചാടി എഴുന്നേറ്റ് ഡെസ്കിൻ്റെ അടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് ആരും ഇറങ്ങുന്നില്ല, ആരും പോകുന്നുമില്ല. എൻ്റെ വാക്കുകളുടെ വിലയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പം രോഹിത്തും പറയുന്നുണ്ട്, അമ്മ ഇതിന് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത്, വെറുതെ കിടന്ന് BP കൂട്ടണ്ട. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നാളെ പോയിരിക്കും. ചേച്ചിയെ കണ്ടിട്ട് കുറേ നാളായി, ഞങ്ങൾക്ക് ചേച്ചിയെ കാണണം എന്ന് പറയാണ്. ആഹാ, അത് കൊള്ളാലോ. അപ്പോൾ എന്നെക്കാളിലും വലുതാണോ നിനക്കൊക്കെ അവള്? പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. അവള് പോയതിനു ശേഷം ഒത്തിരി സമാധാനത്തിൽ കഴിയായിരുന്നു, വീണ്ടും തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പോകും. ദേ ഈ നിൽക്കുന്ന രോഹിതിന്റെ ജീവിതം രക്ഷിച്ചത് ഞങ്ങളുടെ ചേച്ചിയാ, അതുപോലെ എൻ്റെയും എന്നൊക്കെ ബബിത പറയുന്നുണ്ട്. കൃഷ്ണമോള പറയാണ്, ഈ വീടിന് ഒരു അടുക്കും ചിട്ടയും ഒരു സ്നേഹമൊക്കെ കൊണ്ടുവന്നതേ എൻ്റെ ചേച്ചിയാ, അതുകൊണ്ട് ഞങ്ങൾ കാണാൻ പോയിരിക്കും. അങ്ങനെ ഇപ്പോൾ ആരും പോകുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയ നിന്റെയൊക്കെ മുട്ടുകാരെ തല്ലി ഒടിക്കും ഞാൻ എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ ആരും വിഷമിക്കണ്ട, നിങ്ങൾ നാളെ പോയിക്കോ. ഇത് ഞാനല്ലേ പറഞ്ഞത്, അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. അങ്ങനെ പറ്റില്ലല്ലോ ബാലേന്ദ്ര, ഞാനിവരുടെ അമ്മയല്ലേ, എനിക്കും അതിലൊരു വോയിസ്. അങ്ങനെ എന്നെ മറികടന്ന് ഇവരെ പറഞ്ഞു വിടുന്നത് എനിക്കൊന്ന് കാണണം. വെറുതെ ഇവിടെ കിടന്ന് ആരും ഒച്ചയും ബഹളം വെക്കണ്ട, ഇത് എൻ്റെ വീടാ. ഇവിടെ മര്യാദയ്ക്ക് നിൽക്കെങ്കിൽ മാത്രം നിന്നാ മതി, അല്ലാത്തവർക്ക് ഇവിടുന്ന് പോകാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, ഞാനേ ഇവരെ പ്രസവിച്ച ഇവരെ തള്ളയാ. അപ്പൊ എനിക്കും ഇവരുടെ കാര്യത്തില് പകുതി റൈറ്റ്സ് ഉണ്ട്. ബാലേന്ദ്രനും അത്രേ ഉള്ളൂ. ജനിപ്പിച്ച തന്തയാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ ഇവര് വിശ്വസിച്ചത്, അല്ലാതെ വിശ്വസിക്കത്തില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലിന് ദേഷ്യം വരുന്നുണ്ട്. രോഹി ചോദിക്കുകയാണ്, അമ്മ എന്തൊക്കെ വൃത്തികേടായി പറഞ്ഞത്? ഇവിടെ കുട്ടികൾ ഇരിപ്പുണ്ടെന്നുള്ള എന്തെങ്കിലും ചിന്ത അമ്മയ്ക്കുണ്ടോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ എന്ന് പറയാൻ കേട്ടോ. ഈ സമയം വൈജ പറയുന്നുണ്ട്, മതിയടാ മതി, പറഞ്ഞിടത്തോളം മതി. ഇവിടെ നിന്ന് ആരും പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെ മറികടന്ന് ഇവിടെ നിങ്ങളെ പറഞ്ഞാൽ ആർക്ക് ധൈര്യമുള്ളതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എൻ്റെ ധൈര്യത്തിന് ഒരു കുറവും ഇല്ലടി, ചോർന്ന് പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്തൊക്കെ പറഞ്ഞാലും ഇവിടുന്ന് പിള്ളേർ നാളെ പോയിരിക്കും, അതെൻ്റെയും കൂടെ വാശിയാ എന്ന് പറയുമ്പോഴേക്കും വൈജി പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങളുടെ വാശിയും വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങ് ഇരുന്നാണ്ടാ മതി, ഇവിടെ അത് ചിലവാവില്ല എന്ന് പറയുമ്പോൾ അത് പറയാൻ നീ ആരാടി എന്ന് പറഞ്ഞു രണ്ടുപേരും നല്ല ഉഗ്രം ഫൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. കൃഷ്ണൻ പറയാണ്, മതി അച്ഛാ മതി, ഇനി വഴക്കുണ്ടാക്കണ്ട, ഞങ്ങൾ പോകുന്നില്ല, പ്രശ്നം തീർന്നല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ നാളെ പോയിരിക്കും, അതെൻ്റെ വാശിയാ. എന്തിനാച്ചാ? വേണ്ട, വെറുതെ വഴക്കുണ്ടാക്കണ്ട, ഞങ്ങൾ പോകുന്നില്ല. ദേ കൃഷ്ണമോളെ, നാളെ രാവിലെ നേരം സമയമുണ്ടെങ്കിൽ നീ രോഹിയും അതുപോലെ ബബിതയും അതുപോലെ മനുവിനെയും കൂട്ടിക്കോ. 4 പേരും കൂടി ഇവിടുന്ന് അലിനെ കാണാൻ പോരിക്കണം. വേണ്ട, ഞാനും കൂടി വരാം. ആരെ തടുക്കാൻ വരുന്നെന്ന് ഞാനും നോക്കട്ടെ. അപ്പോഴേക്കും ഡൈനിങ് ടേബിളിലിരുന്ന കുപ്പ ഗ്ലാസും പ്ലേറ്റും എടുത്ത് വൈജ വലിച്ചെറിയുന്നു കേട്ടോ. അതൊക്കെ പൊട്ടി തകർന്ന് പോവാണ്. ഉടനെ അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ വന്നിട്ട് അവളുടെ കവളത്ത് ആഞ്ഞടിക്കുകയാണ് കേട്ടോ. ആഞ്ഞടിക്കുമ്പോഴേക്കും വൈജ ദേഷ്യപ്പെട്ട് ബാലേന്ദ്രനെ നോക്കുന്നുണ്ട്. നിന്റെ ഈ അഹങ്കാരം കാരണമാടി നിന്നെ ആരും സ്നേഹിക്കാത്തത്, നിന്നെക്കാളും വലുത് ആരുമില്ല,
നീ എന്ന ഭയങ്കര സംഭവമാണെന്നൊക്കെ നിന്റെ വിചാരം. അതുകൊണ്ടാ നിന്നെ ആരും സ്നേഹിക്കാത്തതും നിന്നെ മനസ്സിലാക്കാത്തതും. നാശം എന്നും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണൻ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇപ്പൊ തല്ല് കിട്ടിയപ്പോ സമാധാനമായല്ലോ. നീ ഒറ്റ ഒരുത്തിയാടി എനിക്ക് തല്ല് കിട്ടാൻ കാരണക്കാരി നീ മാത്രം. അമ്മ അത് ഞാനാണോ കാരണക്കാരി? അമ്മയുടെ അഹങ്കാരമാണ് കാരണം. അമ്മയ്ക്കെന്താ ഞങ്ങളെ ചേച്ചിയുടെ പോയാൽ കുഴപ്പം? അമ്മയുടെ കാര്യം നോക്കി ഇരുന്നാൽ പോരെ, വെറുതെ എന്താണ് ഞങ്ങളെ ഭരിപ്പിക്കാൻ വരുന്നത്? ഓഹോ, ഇപ്പൊ അങ്ങനെയായോടി? ഞാൻ നിന്റെയൊക്കെ തള്ളയാ, അത് നീ മറന്നുപോയോ? അതെന്താമേ, എനിക്ക് മറവിയൊന്നുമില്ല. പക്ഷെങ്കിൽ അമ്മ കുറച്ചൊക്കെ ഒന്ന് അടക്കം ഒതുക്കമായിട്ട് നിൽക്കണം. അച്ഛന് മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്ന് അയൽ ചേച്ചി പറഞ്ഞായിരുന്നല്ലോ. അപ്പോഴേക്കും ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്നുണ്ടേ. എന്താണ് നീ പറഞ്ഞത്? അച്ഛൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ നിൽക്കണമെന്ന് അലീന പറഞ്ഞത്? അവൾ ആരാടി ഞാൻ എൻ്റെ ഭർത്താവിനോട് നിൽക്കാൻ പറയാൻ? ഓഹോ, അപ്പോൾ അതും വന്ന് അവൾ പറഞ്ഞല്ലേ? അവൾ ആരാ ടീമാ? ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ എന്നെ താറടിച്ചിട്ട് അവൾ പോയതല്ലേ? എന്നെ അടിച്ചമർത്തി എന്നെ ഒന്നിനും കൊള്ളാത്തവളാക്കി ഒരു ചണ്ടിയാക്കി ഇട്ടല്ലേ അവൾ പോയത് എന്ന് ചോദിക്കാണ്. ചേച്ചി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അമ്മയുടെ കയ്യിലിരിപ്പോണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ബബിത പറയുന്നുണ്ട്, കൃഷ്ണേ മതി, ബാ പോവാം. ഇല്ല ഏട്ടാ, ഇല്ല ചേച്ചി, എനിക്ക് പറയണം. പറയാതിരുന്നാലേ ഇനി പറയുന്നത് ശരിയാവില്ല. എന്താ കൃഷ്ണ നിനക്ക്? നീ ഇങ്ങോട്ട് വന്നേ, ചുമ്മാ വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ എന്ന് പറയാണ്. അങ്ങനെ കൃഷ്ണയും കൂട്ടി ബബിത പോകുമ്പോൾ വൈജു പറയുന്നുണ്ട്, വേണ്ടടി നിർത്തവളെ, അവൾ എന്താ പറഞ്ഞെന്ന് ഞാനും നോക്കട്ടെ. നിന്നെയൊക്കെ ഇത്രയും പേറ്റ് വളർത്തിയ എന്നെ തന്നെ ഇങ്ങനെയൊക്കെ പറയണം എന്നും പറഞ്ഞ് വൈജു ദേഷ്യപ്പെടുമ്പോൾ കൃഷ്ണമോളെ കൂട്ടിക്കൊണ്ട് ബബിത അവിടെ നിന്ന് കയറിപ്പോവാണ് കേട്ടോ. രോഹി മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. വൈജ ആ ഡൈനിങ് ടേബിളിൽ കൈയും കുത്തി ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കൃഷ്ണയുടെ മുറിയിലേക്ക് വൈജു കയറി വരുന്നുണ്ടേ. കയറി വന്നിട്ട് കഥവിനെ ലോക്ക് ചെയ്യാണ്. നീ എന്താണ് നിമ്പ പറഞ്ഞത്? എൻ്റെ അഹങ്കാരം കൊണ്ടാണെന്നോ? ഞാൻ എന്തൊക്കെയോ പണ്ട് ചെയ്തെന്നൊക്കെയാണല്ലോ നീ പറഞ്ഞത്. എന്താണ് നീ പറഞ്ഞതിൻ്റെയൊക്കെ പൊരുൾ? അതറിഞ്ഞിട്ടേ ഞാനിവിടെ നിന്ന് പോകുന്നുള്ളൂ. എന്താണ് നിനക്ക് ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, എനിക്കല്ല പ്രശ്നം, അമ്മയ്ക്കാ പ്രശ്നം. അമ്മയാ പ്രശ്നക്കാരി. ഞാൻ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മ എന്താ ഉണ്ടാക്കിയെന്ന് അമ്മയ്ക്ക് അറിയില്ല അല്ലേ? എങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ എഴുന്നേക്കാണ്. പരടി പറ, നിന്നെയൊക്കെ സ്നേഹിച്ച് ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയ എന്നെ തന്നെ നീയൊക്കെ പറയണം. 3 എണ്ണത്തിനെ പ്രസവിച്ച് ഞാൻ ഇത്രത്തോളം ആക്കിയല്ലോ. അതുകൊണ്ട് നീയൊക്കെ പറഞ്ഞോ, ഞാൻ കേൾക്കാം. അമ്മ 3 പേരെ പ്രസവിച്ചുള്ളോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ഞെട്ടലോടുകൂടി വൈജകൃഷ്ണൻ നോക്കുമ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, എന്താമേ അമ്മയുടെ ഉത്തരം മുട്ടിപ്പോയോ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അമ്മ 3 പേരെ പ്രസവിച്ചുള്ളോന്ന്. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ ചോദിച്ചതിന് അമ്മ മറുപടി പറ. അത് പിന്നെ നിനക്കറിയില്ലേ, എനിക്ക് 3 മക്കളല്ലേ ഉള്ളൂ. അല്ല, അതിന് മുമ്പ് ഒരു കുട്ടിയെ കൂടി അമ്മ പ്രസവിച്ചിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞെട്ടിത്തിരിഞ്ഞ് വൈജ കൃഷ്ണനെ നോക്കാണ്. അത് പിന്നെ അത് നിന്നോട് ആരാ പറഞ്ഞേ? അതൊക്കെ എനിക്കറിയാം, അറിഞ്ഞിട്ട് കുറെ കാലമായി. പക്ഷേ ഇവിടെ ആരോടും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അത് നീ എങ്ങനെ അറിഞ്ഞേ? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഞങ്ങളെക്കാളും മുമ്പേ അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചില്ലേ? അതും ഒരവിഹിതത്തില്. കുറെ കാലം ഒരാളുടെ കൂടെ ജീവിച്ച് അയാൾ അമ്മയെ പറ്റിച്ചിട്ട് പോയതും അമ്മ പ്രസവിച്ചതും ഒക്കെ ഞാൻ അറിഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. നീ എങ്ങനെ അതൊക്കെ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനതൊക്കെ അറിഞ്ഞൂന്നേ എന്ന് പറയാൻ കേട്ടോ. ബബിതയ്ക്കും രോഹിത്തിനും ഇതൊക്കെ അറിയോ? ഇല്ല, അവർക്ക് 2 പേർക്കും അറിയില്ല. നിന്നോട് അലീനയാ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം, അല്ല, എന്നോട് അലീനയല്ല പറഞ്ഞത്, എന്നോട് പറഞ്ഞത് നമ്മുടെ അച്ഛനാ. അച്ഛനോ? ബാലകൃഷ്ണനോ? സോറി, ബാലേന്ദ്രൻ മേനോനോ? അതെ, എൻ്റെ അച്ഛൻ തന്നെ. അപ്പോഴേക്കും വൈജ ആകെപ്പാടെ ഞെട്ടിത്തെറിച്ച് നിൽക്കാണ്. എന്താ അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ലേ? ആ ഒരു കാര്യം സത്യമാണല്ലോ. അമ്മയുടെ കാമുകന്റെ പേര് കൂടി ഞാൻ പറയാം, സ്റ്റാൻലി ജോസഫ്. സ്റ്റാൻലി ജോസഫ് ആയിരുന്നല്ലോ അമ്മയുടെ മുൻ കാമുകൻ. അയാളുടെ കൊച്ചിനെയല്ലേ അമ്മ ഗർഭം ധരിച്ചതും അതുപോലെ പ്രസവിച്ചതും ഒക്കെ. ആ കുട്ടി മരിച്ചു പോവുകയും ചെയ്തല്ലോ അല്ലേ എന്ന് ചോദിക്കാണ്. ഒന്നും മിണ്ടാതെ ഇതെല്ലാം കേട്ടുകൊണ്ട് വൈജി നിൽക്കാം കേട്ടോ. ഈ വിഷയം മറ്റാർക്കൊക്കെ അറിയാം? ആർക്കൊക്കെ അറിയാമെന്ന് ചോദിച്ചാൽ മനുവേട്ടനറിയാം, എനിക്കറിയാം, അച്ഛനറിയാം, അങ്ങനെ കുറച്ചു പേർക്കൊക്കെ അറിയാം. ആര്യ ചേച്ചിക്കും അറിയാം. അലീന എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത് എന്ന് പറയുമ്പം അതൊക്കെ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ അറിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ, അതെ, അച്ഛൻ അറിഞ്ഞു.
അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണല്ലോ അച്ഛൻ അറ്റാക്ക് ഉണ്ടായത്. നീലഗിരിക്ക് പോയി വെള്ളിയങ്കളിനെ കണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. തൻ്റെ ഭാര്യ ഇങ്ങനൊരു പാസ്റ്ററാണെന്ന് അറിഞ്ഞാൽ ഏത് ഭർത്താവിനെ സഹിക്കുക. അതുകൊണ്ട് പാവം എൻ്റെ അച്ഛൻ കുഴഞ്ഞു വീഴുമായിരുന്നു. എന്നിട്ടും അമ്മയുടെ അഹങ്കാരത്തിന് ഒരു കുറവും ഇല്ലല്ലോ. അമ്മയെക്കാൾ വലിയ പതിവ്രത ഇല്ലെന്ന് പറഞ്ഞല്ലേ അമ്മ നടക്കാറ്. അമ്മയാ എല്ലാത്തിനും കാരണക്കാരി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒന്നും മിണ്ടാതെ ഇതെല്ലാം കേട്ടുകൊണ്ട് വൈജി ഇങ്ങനെ സ്തബ്ധയായി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഡോറ് തുറന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ്. അമ്മേ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അച്ഛനും പിന്നെ അമ്മ അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. അച്ഛൻ അറിഞ്ഞുവെന്ന് അമ്മ അറിഞ്ഞെന്ന് അറിഞ്ഞാലേ അച്ഛൻ പിന്നെ ഇങ്ങനെ അടങ്ങിയിരുന്നൊന്നും വരില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങിപ്പോകുന്നത് നല്ലതാ. ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചാലേ അമ്മയുടെ തലക്കിട്ടിറങ്ങി കൊട്ട് കിട്ടുക എന്ന് കൃഷ്ണമോള് പറയുമ്പം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി നടന്നു പോവാണ് കേട്ടോ വൈജ. അവളുടെ മുറിയിലേക്ക് കയറി കതകടയ്ക്കുന്നുണ്ട്. കുറേ നേരം കഴിയുമ്പം ബബിത പോയിട്ട് വൈജ ഡോറ് മുട്ട് വിളിക്കുന്നിട്ടും വൈജ എഴുന്നേൽക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും കൃഷ്ണനെ ഇങ്ങ് വന്നേ, അമ്മയെ വിളിച്ചിട്ടങ്ങ് വിളി കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മയെന്ന് പറഞ്ഞ് കൃഷ്ണമോളെ വിളിക്കുന്നുണ്ട്. ഇതേസമയം എന്താണ് അവിടെ കിടന്ന് ബഹളമെന്ന് ചോദിച്ചുകൊണ്ട് രോഹി വരികയാണേ. രോഹിയേട്ടാ, അമ്മ കഥ തുറക്കുന്നില്ല എന്ന് പറയുമ്പം അമ്മ ഉറക്കമായിരിക്കും, അല്ലെ ബാത്റൂമിൽ പോയി കാണും. അതല്ല, 6 മണിക്കൂറോളമായിട്ട് ഞങ്ങൾ മുട്ട. അങ്ങനെയാണെങ്കിൽ അമ്മ തുറക്കേണ്ടതല്ലേ എന്ന് പറയുമ്പം നിങ്ങളിങ്ങോട്ട് മാറിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വാതിൽ തുറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തും വാതിലിട്ട് കൊട്ടുന്നുണ്ട്. കൊട്ടുന്നൊന്നും കേൾക്കാതെ വന്നപ്പോൾ രോഹിത്ത് ഇങ്ങനെ ശരീരം കൊണ്ട് ഇടിച്ചിടിച്ച് വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അപ്പോഴേക്കും ബാലൻ ഇറങ്ങി വരുന്നുണ്ട്. എന്താ ചോദിക്കുമ്പം അവർ പറയാണ്, 1/4 മണിക്കൂറായിട്ട് ഞങ്ങൾ ശ്രമിക്കുക, അമ്മ വാതിൽ തുറക്കുന്നില്ല എന്ന് പറയുമ്പം നിങ്ങൾ മാറിക്കെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ആഞ്ഞ് ചവിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഡോറ് തുറന്ന് പോവാണ് കേട്ടോ. അപ്പോഴേക്കും കാണുന്ന കാഴ്ച വൈജ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു ഫാനിലിങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. അത് കണ്ട് നമ്മുടെ കൃഷ്ണമോള് അലറി വിളിക്കുന്നുണ്ട്. അവളെ കാണുന്നത് ഒരു സ്വപ്നമായിരുന്നു കേട്ടോ. അതായത് ഡൈനിങ് ടേബിളിൽ നിന്ന് അടിയുണ്ടാക്കി പല വഴിക്കും പലരും പോയല്ലോ. കൃഷ്ണമോൾ അകത്തേക്ക് കയറി ഡോർ അടച്ചിട്ട് അവൾ കിടന്ന് ഉറങ്ങിപ്പോകുന്നുണ്ട്. ആ സമയത്താണ് വൈജ അകത്തേക്ക് വരുന്നത് പോലെയും സത്യങ്ങൾ തുറന്നു പറഞ്ഞ പോലെയൊക്കെ അവൾ സ്വപ്നം കണ്ടത് കേട്ടോ. അവളുടെ മനസ്സിൽ അമ്മയുടെ മുഖത്ത് നോക്കി എല്ലാം വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ വിളിച്ചു പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവൾ കിടന്നുറങ്ങിപ്പോയത് കേട്ടോ. ആ സമയത്താണ് ഇങ്ങനെയൊരു സ്വപ്നം കണ്ടത്. താൻ സത്യങ്ങളെ വിളിച്ചു കൂവി പറഞ്ഞാൽ അമ്മ ഇതുപോലെ എങ്ങാനും ചെയ്തു കളയുമോ എന്ന് കൃഷ്ണ ശരിക്കും പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷ്ണ ഒരു വാക്ക് പോലും മിണ്ടാതിരിക്കുകയാണ്. അവൾ ആകെപ്പാടെ പേടിച്ച് അമ്മേനെ വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേക്കുന്നേ. ഇത് കേട്ടുകൊണ്ട് ഹാളിലേക്ക് നിന്ന് ബബിത അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. എന്താടി, എന്തു പറ്റി? ഒന്നുമില്ല ചേച്ചി, ഞാനൊരു സ്വപ്നം കണ്ടതാ. ചേച്ചി എന്തിനക്കാ? അമ്മ എറിഞ്ഞു പൊട്ടിച്ച പ്ലേറ്റിംഗ് ഗ്ലാസ്സൊക്കെ പറക്കായിരുന്നു. ആരെങ്കിലും കാലെ കൊണ്ട് കയറില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബബിത ഹാളിലേക്ക് പോയിട്ട് അതെല്ലാം തൂത്തുവാരി ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വൈജ ഈ സമയത്തും അകത്തന്നെ ഇരുന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീന കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. അവൾക്ക് സത്യങ്ങൾ അറിയാം. എങ്ങനെയെങ്കിലും അവളെ നശിപ്പിക്കണം. അവൾ ഈ ലോകത്തുണ്ടായിരിക്കുക തന്നെ തനിക്ക് ഭാരമായിട്ടാണ്. തൻ്റെ ഏറ്റവും വലിയ ശത്രു അവളാ. ഈ ലോകത്ത് ഇന്നവരെ ആരും ശത്രുവിനെ പ്രഖ്യാപിച്ചിട്ടില്ല. അവളാണ് എൻ്റെ ശത്രു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജയോട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ കൃഷ്ണമ്മക്കാണെങ്കിൽ എന്ത് പറയണം എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. അമ്മയോട് പോയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അമ്മ വിഷയം ഉണ്ടാക്കും. പറയാതിരുന്നാലും അമ്മ ഓരോ ദിവസം കൂടുമ്പോഴും വീട്ടിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക എന്നൊക്കെ അവിടെ നമ്മുടെ കൃഷ്ണമോള് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ വരാൻ വന്ന സ്റ്റോറീസ് നമ്മുടെ ചാനലിൽ ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വ്യൂ തീരെ കുറവാണ്. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തും ലൈക്ക് ചെയ്തും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.